വേണം, പക്ഷെ പറ്റുന്നില്ല. പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ നടക്കുന്നില്ല. നമ്മുടെ എല്ലാം ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. പുതിയ കാര്യങ്ങൾ പരിശ്രമിക്കണമെന്നുണ്ട്, പുതിയ തീരുമാനങ്ങൾ എടുക്കണമെന്നുണ്ട്, പുതിയ കാര്യങ്ങളിലേക്ക് ജീവിതം മാറണമെന്നുണ്ട്. പക്ഷേ എന്തോ ഒന്നൊരു തടസ്സമായിട്ട് ജീവിതത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തോ ഒന്ന് സ്ഥിരം പിന്നിലേക്ക് വലിച്ചുകൊണ്ട് നിൽക്കുന്നു. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ ചെറിയൊരു ഡൗട്ടാണ്, ചെറിയൊരു സംശയമാണ്. എൻ്റെ കഴിവ് പോരാ, എൻ്റെ അറിവ് പോരാ, ഞാൻ ആ ഒരു മെറ്റീരിയലല്ല. അവരെ കൊണ്ട് പറ്റുമായിരിക്കും, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ഈ ഒരു ചെറിയൊരു ഡൗട്ടിൻ്റെ അംശം നമ്മുടെ ഉള്ളിൽ നമ്മളിങ്ങനെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ചെറുതാണ്. നമ്മൾ പലപ്പോഴും കണ്ടില്ല എന്ന് പോലും, അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല എന്ന് പോലും വരും ഈ ഒരു സംശയം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. പക്ഷേ ഇത് വളരെ പതുക്കെ പതുക്കെ വളരാനായിട്ട് തുടങ്ങും. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് നോക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുത്ത മനുഷ്യരിലേക്ക്. അവനെന്ത് ലക്കിയാണ്, അവനെന്ത് ഭാഗ്യം ചെയ്തവനാണ്, ഞാൻ സ്വപ്നം കാണുന്ന ജീവിതമാണ് അയാൾ ജീവിക്കുന്നത്. എന്നിട്ട് നമുക്ക് പറയും അയാൾക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നു, അവസരമുണ്ടായിരുന്നു, എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും നമ്മളിങ്ങനെ ചിന്തിച്ച് കൂട്ടും. എന്നിട്ട് നമ്മൾ പറയും ഇതൊന്നും എനിക്കില്ല. ഇങ്ങനെ നമ്മുടെ സംശയങ്ങൾ, നമ്മുടെ കമ്പാരിഷൻസ് ഒരു ഭയമായിട്ട്, നമ്മളെ തന്നെ ചെറുതായി കാണുന്ന ഒരവസ്ഥയായിട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വളരാനായിട്ട് തുടങ്ങും. ഇതെല്ലാം തുടങ്ങുന്നത് ഒരു ചെറിയ വിത്തിൽ നിന്നാണ്. നമ്മൾ കറക്റ്റ് സമയത്ത് പിഴുതു മാറ്റാത്ത, എടുത്തു മാറ്റാത്ത ഒരു ചെറിയ സംശയത്തിൻ്റെ വിത്തിൽ നിന്ന്. പല മരങ്ങളും അങ്ങനെയാണ്. അവരുടെ വിത്ത് അത്രയ്ക്ക് ചെറുതായിരിക്കും, പക്ഷേ വളരും തോറും അത് നമുക്ക് പറിച്ചു മാറ്റാൻ കഴിയാത്ത വിധം അത്ര ശക്തിയുള്ള, അത്ര വലിയ മരങ്ങളായിട്ട് അവ വളർന്നു വരും. പിന്നെ ആ മരങ്ങളെ മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കഷ്ടപ്പാടാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ ഉള്ളിലെ ആ ചെറിയ സംശയവും. നമ്മൾ പലപ്പോഴും ആശ്ചര്യപ്പെട്ടു പോകും, നമ്മൾ സർപ്രൈസ്ഡ് ആയി പോകും. ഒരു ചെറിയ കാര്യത്തിന് എത്രമാത്രം വലുതാവാൻ പറ്റും നമ്മുടെ ഉള്ളിൽ കിടന്ന്, എത്രമാത്രം നമ്മുടെ ഉള്ളിൽ കിടന്ന് നമ്മളെ നശിപ്പിക്കാൻ പറ്റുമെന്ന് നമ്മൾ അറിയുമ്പോഴും. പക്ഷേ ഇവിടെ തന്നെയാണ് ഇതിൻ്റെ ഒരു അവസരം, ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡും ഇരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി. ദർ ഇസ് എ ടൈം. അത് വിത്തായിരിക്കുമ്പോൾ, അത് ചെറുതായി വളർന്നു തുടങ്ങുമ്പോൾ അതിനെ പറിച്ചു മാറ്റാനായിട്ട് നമുക്ക് പറ്റും. ഓരോ ദിവസവും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഓരോ പുതിയ പുതിയ വിത്തുകൾ വരുന്നുണ്ട്, പുതിയ പുതിയ ചെറിയ ചെറിയ ചെടികൾ വളർന്നു തുടങ്ങുന്നുണ്ട്. പക്ഷെ നാളെ അതൊരു വലിയ മരമാവാം. നമ്മളെ വളരാൻ സമ്മതിക്കാത്ത സംശയത്തിൻ്റെയും ഭയത്തിൻ്റെയും ഒക്കെ വലിയ മരങ്ങളായിട്ട് മാറാം. ബട്ട് ടുഡേ വി ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി, ടുഡേ വി ഹാവ് എ ടൈം. അതെല്ലാം പറിച്ചു മാറ്റാനായിട്ട് അതിന് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം. അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ബീങ് പെർഫെക്റ്റ്. നമ്മുടെ പെർഫെക്റ്റ് ആവണം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യണമെന്ന ചിന്തയാണ് പലപ്പോഴും നമ്മളെ പിടിച്ചു നിർത്തുന്നത്. നോ, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ബീങ് പെർഫെക്റ്റ്. ഇതൊരു പെർഫെക്റ്റ് ആവാനുള്ള കോമ്പറ്റീഷൻ അല്ല. ദിസ് ഇസ് അബൌട്ട് പുട്ടിങ് എഫേർട്ട്. ദിസ് ഇസ് അബൌട്ട് ബീങ് ബെറ്റർ. ഇന്നലത്തെക്കാളും കുറച്ചുകൂടി അല്പമെങ്കിലും നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ? യൂട്യൂബിലെ വലിയൊരു ഇൻഫ്ലുവൻസറാണ് ഇവാൻ കാരിമാക്കൽ. ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ്. ലക്ഷക്കണക്കിന് ബിസിനസ്സുകളാണ് അദ്ദേഹത്തെ ഒരു ക്ലാസ്സിന് കിട്ടാൻ വേണ്ടി പിറകെ നടക്കുന്നത്. അദ്ദേഹം ഒരൊറ്റ വാക്കിൽ നിന്നാണ് ആ സാമ്രാജ്യം മുഴുവൻ പടുത്തുയർത്തിയത്: ബിലീഫ്. ഓരോ പ്രസംഗത്തിലും അദ്ദേഹം ഇതിലേക്ക് തിരിച്ചു വരും: ബിലീഫ്. എൻ്റെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചത് ആ ഒരൊറ്റ ചിന്തയാണ്: ഞാൻ വിശ്വസിച്ചാൽ അത് നടക്കും. നമ്മളും അദ്ദേഹവും തമ്മിലുള്ള വ്യത്യാസം ചിലപ്പോൾ അത് മാത്രമാവാം. ആ ഒരു വിശ്വാസം, ആ ഒരു ഉറച്ച ബോധ്യം, ഐ വിൽ നെവർ ഡൗട്ട് മൈസെൽഫ് എന്നുള്ളൊരു തീരുമാനം. അതുകൊണ്ടാണ് സൂസി കാസം പറയുന്നത്: ഡൗട്ട്സ് കിൽ മോർ ഡ്രീംസ് ആൻഡ് ഫെയിലിയർ എവർ വിൽ. നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മളൊരു ചെറിയ നൂല് വലിച്ചു കിട്ടിയിട്ട് അതിലൂടെ നടക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് നടക്കാൻ പറ്റുമായിരിക്കും, ചെറിയ വള്ളി വലിച്ചു കിട്ടിയിട്ട് നടക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ നമ്മൾ പതിയായിരിക്കും നടക്കുന്നത്. നമ്മളിപ്പോൾ വീഴുമോ അപ്പോൾ വീഴുമോ എന്നുള്ളൊരു പേടിയിലായിരിക്കും നടക്കുന്നത്. എത്ര ദൂരം നമ്മൾ അങ്ങനെയൊരു വലിച്ചു കിട്ടിയ വള്ളിയിലൂടെ നടക്കും? ഇതുപോലെയാണ് നമ്മുടെ സംശയങ്ങൾ വെച്ചുള്ള ജീവിതം. ഇനി ഇതിലേക്ക് നമ്മൾ വിശ്വാസം കൊണ്ടുവരുമ്പോൾ, ബിലീഫ് കൊണ്ടുവരുമ്പോൾ, ഇറ്റ് ഈസ് ലൈക്ക് വാക്കിംഗ് ഇൻ എ പ്രോപ്പർ ബ്രിഡ്ജ്. ഒരു വലിയ വീതിയുള്ള ഒരു പാലത്തിലൂടെ നടക്കുന്നത് പോലെ. ആ ബ്രിഡ്ജാണ്, ആ ഒരു ബിലീഫിൻ്റെ ബ്രിഡ്ജാണ് നമ്മുടെ സ്വപ്നത്തിലേക്ക് നടക്കാൻ നമുക്ക് വേണ്ടത്. 1994 ദ നാഷണൽ അക്കാഡമിക് പ്രസ്സിലൂടെ ഒരു റിസർച്ചിൻ്റെ ഫലം പുറത്തു വന്നു. അതിൽ പറഞ്ഞിരുന്നൊരു തിയറിയാണ് ബണ്ടൂറാസ് സെൽഫ് എഫിക്കസി തിയറി. അതിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഇതായിരുന്നു: സ്കില്ല് മാത്രമല്ല ഒരു മനുഷ്യനെ സക്സസ്ഫുൾ ആക്കുന്നത്, വേണ്ട റിസൾട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആക്കുന്നത്. ഇറ്റ് ഈസ് ദ റൈറ്റ് മൈൻഡ് സെറ്റ്. എന്താണ് മനസ്സിൽ സംഭവിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവ് എന്താണ് എന്നുള്ളതാണ് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളുള്ള ആളാണെങ്കിൽ, ഡൗട്ട്സ് ഉള്ള ആളാണെങ്കിൽ, ഭയങ്ങളുള്ള ആളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കുക. നമ്മുടെ ഏറ്റവും ചെറിയ അച്ചീവ്മെൻറ്റ്സിന് വരെ അതിലൊരു അഭിമാനം കൊള്ളാനായിട്ട് നമ്മൾ പഠിക്കുക. ദ സ്മോളസ്റ്റ് തിങ്സ് ദാറ്റ് ഐ ഹാവ് ഡിഡ്, ദാറ്റ് ഐ ഹാവ് ലേൺഡ്, അതെല്ലാം ഒരു പേപ്പറിൽ എഴുതുക. ഒന്ന് ചുറ്റും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ പോലെയുള്ള ആളുകൾ തന്നെയാണ് എല്ലാം നേടിയെടുക്കുന്നത്, പുതിയ കാര്യങ്ങൾ പരിശ്രമിക്കുന്നത്. ദെർ ഈസ് നത്തിങ് ഡിഫറെൻറ്റ് ബട്ട് ബിലീഫ്.
നമ്മുടെ ഉള്ളിലെ ആ സംശയങ്ങളുടെ ആ ഒരു വിത്തുകൾ, ആ ഒരു ചെറിയ ചെറിയ ചെടികൾ, ഇഫ് യു ആർ ഏബിൾ ടു പ്ലക്ക് ദം ഔട്ട്, അത് പറിച്ചു മാറ്റാൻ പറ്റിയാൽ വി വിൽ സ്റ്റാർട്ട് ഗ്രോയിങ്, വി വിൽ സ്റ്റാർട്ട് ബിൽഡിംഗ് ദാറ്റ് ബ്രിഡ്ജ് ടു അവർ ഡ്രീംസ്. ഇഫ് യു വാണ്ട് ഇറ്റ്, യു ഗോtta try for. There will be obstacles, there will be doubters, there will be mistakes, but with hard work there are no limits. മൈക്കിൾ ഫെൽപ്സ് പറഞ്ഞ വാചകമാണിത്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഹാർഡ് വർക്ക് എന്ന് പറയുന്നതിനെ നമ്മൾ റീഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. മൈക്കിൾ ഫെൽപ്സ് പറഞ്ഞു, പല തടസ്സങ്ങളും ഉണ്ടാകും, പലരും നമ്മുടെ വഴിയിലുണ്ടാകും, നമുക്ക് പല തെറ്റുകളും പറ്റും, പക്ഷേ ഹാർഡ് വർക്ക് വെച്ച് നമുക്ക് എല്ലാത്തിനെയും അതിജീവിക്കാൻ പറ്റുമെന്ന്. നമ്മൾ ഈ ഹാർഡ് വർക്കിലേക്ക് എത്താൻ, ഈ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് എത്താൻ ഒരു 3 കാര്യങ്ങളാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 3 കാര്യങ്ങളിലുള്ള ഒരു ഫോർമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതിലൊന്നാമത്തെ കാര്യമാണ് ബിലീവ് ഇൻ യുവർ സെൽഫ്. അദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്, പലരും നമ്മളെ സംശയിക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെ പലപ്പോഴും നമ്മളെ തന്നെ ഡൗട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം. നമ്മളെ പലപ്പോഴും പിടിച്ചു നിർത്തുന്നത് ഈ ഉള്ളിലെ ഈ ചിന്തയാണ്, ഉള്ളിലെ ഈ സംശയങ്ങളാണ്. ബെഞ്ചമിൻ ഡിസ്രായേലി പറയുന്നുണ്ട്, നർച്ചർ യുവർ മൈൻഡ് വിത്ത് ഗ്രേറ്റ് തോട്ട്സ്, ഫോർ യു വിൽ നെവർ ഗോ എനി ഹയർ ദാൻ യു തിങ്ക്. നമ്മുടെ ചിന്തകൾക്കപ്പുറം നമുക്ക് ഉയർന്ന് പറക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത് നമ്മുടെ വഴിയിൽ മുമ്പിൽ പോകുന്ന വെളിച്ചം പോലെയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ ദ ഫസ്റ്റ് ലിമിറ്റ് ഈസ് ഇൻ അവർ തോട്ട്സ്. നമ്മുടെ ചിന്തയിലാണ് ലിമിറ്റുകൾ വരച്ചിടുന്നത്. അതുകൊണ്ടാണ് അതിനെ അതിജീവിക്കാൻ വി ഹാവ് ടു റിയലി ബിലീവ് എന്ന് പറയുന്നത്. എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് നേടിയെടുക്കാൻ പറ്റും എന്ന ഒരു ബിലീഫ്, നമ്മളിൽ തന്നെ ആ ഉറച്ചൊരു വിശ്വാസം നമുക്ക് വേണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യം വരും, അങ്ങനെയാണെങ്കിൽ ജീവിതത്തിലെല്ലാം വിശ്വസിച്ചാൽ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ ശരിക്കും നമ്മൾ ബിലീവ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറ്റില്ല, എന്നെക്കൊണ്ട് കഴിയില്ല, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ മാറിയിട്ട് ഒരു ഒപ്റ്റിമിസം വരാൻ തുടങ്ങുമെന്നുള്ളതാണ്. നമ്മുടെ മൈൻഡ് സെറ്റിൽ നമ്മൾ എന്തുകൊണ്ട് നടക്കില്ല എന്നതിന് പകരം എങ്ങനെ എനിക്ക് നടത്തിയെടുക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കാനായിട്ട് തുടങ്ങും. ഇതാണ് നമ്മൾ ബിലീവ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. എന്താണ് വഴി, എനിക്ക് എത്താനുള്ള വഴി എന്താണ്? അങ്ങനെ നമ്മുടെ ചിന്തകൾ മാറാനായിട്ട് തുടങ്ങും. അവിടെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഫസ്റ്റ് ലിമിറ്റേഷൻ നമ്മൾ ഓവർകം ചെയ്യുകയാണ്. അതുപോലെ തന്നെ മറ്റു പലരും നമ്മളെ ചിലപ്പോൾ മാറ്റി നിർത്തുന്നുണ്ടാവാം. നമ്മളെക്കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞും നമ്മൾക്ക് കഴിവില്ലെന്നൊക്കെ പറഞ്ഞ് ജെയിംസ് കുക്ക് പറയുന്നുണ്ട്, ഡു ജസ്റ്റ് വൺസ് വാട്ട് അതേഴ്സ് സേ യു കാൻ ഡു ആൻഡ് യു വിൽ നെവർ പേ അറ്റൻഷൻ ടു ദെയർ ലിമിറ്റേഷൻസ് അഗെയിൻ. ഒരു പ്രാവശ്യം നമ്മൾ ചെയ്ത് കാണിച്ചാൽ മതി നമ്മളെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന ഒരു കാര്യം. പിന്നെ അവർ വരച്ചിരുന്ന ലിമിറ്റേഷൻസ് നമ്മളെ ഒരിക്കൽ പോലും ബാധിക്കില്ല. ഇങ്ങനെയാണ് നമ്മൾ തെളിയിക്കേണ്ടത്, നമ്മളോട് തന്നെയും മറ്റുള്ളവരുടെ മുമ്പിലുമൊക്കെ നമ്മുടെ ആക്ഷൻസ് കൊണ്ട്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് വേണ്ട കാര്യമാണ് പേഷ്യൻസ് എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ പലപ്പോഴും പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കില്ല. നമ്മൾ പല ടു ഡു ലിസ്റ്റ് മിസ്സാക്കും, നമ്മൾ പല തെറ്റുകളും നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കും. വി വിൽ ഫെയിൽ അഗെയിൻ ആൻഡ് അഗെയിൻ. അവിടെ നമുക്ക് നമ്മളോട് തന്നെ ഒരു പേഷ്യൻസ് കാണിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് തന്നെ കുറച്ചുകൂടി ടൈമും സ്പേസും കൊടുക്കാൻ പറ്റുന്നുണ്ടോ? വി ഹാവ് ടു കീപ്പ് ഓൺ ട്രസ്റ്റിംഗ്. അതുപോലെ തന്നെ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന സ്പീഡിൽ കിട്ടില്ല. വി വോണ്ട് ഗെറ്റ് തിങ്സ് ഫാസ്റ്റ്. ഓരോ ദിവസവും കുറച്ചെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വി ഹാവ് ടു ട്രസ്റ്റ് ദ പ്രോസസ് ദെയർ. ഇതിനുള്ള പേഷ്യൻസ് ആണ് നമുക്ക് വേണ്ടത്. കാരണം നമ്മുടെ ഉള്ളിലെ ആ ലേസി ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ആ ഒരു അലസനായിട്ടുള്ള മനുഷ്യൻ പെട്ടെന്നില്ലാണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് അയാൾ തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും. ക്യാൻ വി കീപ് അവർ പേഷ്യൻസ് ഇൻ ഫൈറ്റിംഗ് ഹിം? ഇനി മൂന്നാമത്തെ കാര്യമാണ് ഫേസ് ജസ്റ്റ് ടുഡേ. എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. എല്ലാത്തിൻ്റെയും കൂടി ഭാരം നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. ടേക്ക് ഇറ്റ് വൺ ഡേ അറ്റ് എ ടൈം. ഓരോ ദിവസവും ആ ദിവസത്തെ മാത്രം ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് ചെയ്യുക, പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. നമ്മളൊരു തെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ലേസി ആയിട്ടിരുന്ന് സമയം കളയാനായിട്ട് പോകുമ്പോൾ നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തുക, ഇന്ന് ഞാനിത് ചെയ്തില്ലെങ്കിൽ നാളെ ഞാനിത് ചെയ്യില്ല. ഇഫ് യു ഡോണ്ട് ഡു ഇറ്റ് ടുഡേ ദർ ഇസ് സീറോ ഗ്യാരണ്ടി ദാറ്റ് യു വിൽ ഡു ഇറ്റ് ടുമോറോ. കാരണം നാളെയും നമുക്ക് ഇതുപോലത്തെ തന്നെ സമയമാണ് കിട്ടാൻ പോകുന്നത്. നാളെയും ഇതേ ഞാനാണ് അതിനെ ഫേസ് ചെയ്യാൻ പോകുന്നത്. യെസ്, ഇറ്റ് ഈസ് ജസ്റ്റ് ദ സെയിം സ്റ്റോറി ഇഫ് ഐ ആം ലേസി ടുഡേ. അതുകൊണ്ട് ഡു ഇറ്റ് ടുഡേ, ലീവ് ടുഡേ ടു ദ മോസ്റ്റ് ഫുള്ളസ്റ്റ്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ബ്രേക്ക് ഡൗൺ ചെയ്യുക, ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട്. ഫേസ് ദ സ്മോളസ്റ്റ് തിങ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ സ്റ്റാർട്ട് ലിവിങ് ഇൻ ദ പ്രസൻസ്. ചെറിയ ചെറിയ വേദങ്ങൾ, ചെറിയ ചെറിയ എഫേർട്സ് എടുക്കുന്നതിൽ ട്രെയിൻ അവർ മൈൻഡ്. ഈ ഒരു 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ബിലീഫ്, പേഷ്യൻസ് ആൻഡ് ടേക്കിംഗ് വൺ ഡേ അറ്റ് എ ടൈം, നമ്മുടെ ജീവിതം മാറാനായിട്ട് തുടങ്ങും. നമ്മൾ ഈ ഒരു ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങാനായിട്ട് തുടങ്ങും. ഗെററ്റ് ബെഹ്റൻ പറയുന്നുണ്ട്, ഐ ഹാവ് ലേൺഡ് ദാറ്റ് എനിത്തിങ് ഇൻ ലൈഫ് വർത്ത് ഹാവിങ് കംസ് ഫ്രം പേഷ്യൻസ് ആൻഡ് ഹാർഡ് വർക്ക്. ജീവിതത്തിൽ എന്തെങ്കിലും വിലപ്പെട്ടതുണ്ടെങ്കിൽ അത് വരുന്നത് പേഷ്യൻസിൽ നിന്നും കഠിനാധ്വാനത്തിൽ നിന്നുമാകാം. വി ഹാവ് ടു കീപ് ദിസ് ഇൻ മൈൻഡ്. നമ്മളിത് മനസ്സിൽ വെക്കണം. എന്നിട്ട് ഇന്ന് തുടങ്ങണം. ഇന്ന് തൊട്ട് വിശ്വസിച്ച് തുടങ്ങണം. ഇന്ന് തൊട്ട് എഫോർട്ട് ഇട്ട് തുടങ്ങണം.
ഇന്ന് തൊട്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും നമ്മൾ ജീവിച്ചു തുടങ്ങണം.